പിനക്കിൾ മൗണ്ടൻ്റെ ക്യാമ്പിംഗ് ഗ്രൗണ്ടും നേച്ചർ പാർക്കൊക്കെ ഉള്ള പാർക്കിലെത്തിയേക്കാണ്. ഇതാണ് ഇതിൻ്റെ വിസിറ്റിംഗ് സെൻറ്റർ. വിസിറ്റിംഗ് സെൻറ്ററിൽ പോയാണ് കയാക്ക് കനോയൊക്കെ റെൻ്റ് ചെയ്യുന്നത്. ചോദിച്ചാൽ അവിടെ ബാക്കിയുണ്ടോ, അതെല്ലാം തീർന്നു. These are canoe paddles and one kayak. One canoe, one kayak. വിസിറ്റർ സെൻറ്ററിൽ നിന്ന് ലൈഫ് ജാക്കറ്റും കനോവിൻ്റെയും കയാക്കിൻ്റെയും പാഡിലൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി വണ്ടി ഓടിച്ച് വേറെ സ്ഥലത്തു നിന്ന് വള്ളം മേടിക്കണം. 4 മണിക്കൂറത്തേക്കാണ് എൻ്റെ അടുത്തേക്കുന്നത്. കനോ ആണെങ്കിലും കയാക്കാണെങ്കിലും $30. രണ്ടിനും കൂടെ ആണ്ട് $60 സംതിങ്. വിസിറ്റർ സെൻറ്ററിൽ നിന്നൊരു 2-3 മിനിറ്റ് ഡ്രൈവേ ഉള്ളൂ. റിവറിൻ്റെ താഴെ എത്തിയിട്ടുണ്ട്. അടിപൊളി. 4 മണിക്കൂർ ഇനി റിലാക്സ് ചെയ്ത് പോവാം. വെയിൽ മാത്രമാണ് ഒരു പ്രശ്നം. വെള്ളത്തിൻ്റെ നടുക്ക് വെയിലത്ത് ബോട്ടിലിരിക്കാൻ വലിയ രസം കാണത്തില്ല. ആരുമില്ല. വെള്ളം കലക്ക വെള്ളമാണ്, പക്ഷെ ആരുമില്ല, ആൾക്കാരെങ്ങുമില്ല. അതാണ് ഹൈലൈറ്റ്. നാട്ടിൽ ഇതുപോലെ ബോട്ടിങ് ഒത്തിരി ഉണ്ടെങ്കിൽ ആൾ കൂടുതലാണ്, നമുക്ക് ആ ഒരു ഫീൽ കിട്ടത്തില്ല. നിഗൂഢത. ഒരാമയെ കണ്ടു. ഇതാണ് പാമ്പോ? അയ്യോ എൻ്റെ അമ്മച്ചി. എട്ടുകാരിയുണ്ട്, എട്ടുകാരി. Oh, what is that? Some fish. I don't know what kind of fish. Oh. You see right on the water right there? What is it? It's a snake. Snake? Right? Yeah, that's a snake. Oh. That's a snake. Yeah. Why is it coming to you? You don't want to do that, right? That's good. That's good. What happened? Yeah, it's on now. Did you get the part where you're falling off? Yeah, I think so. I did. Yeah, I think so. Yeah. I think I did. I was just recording the whole time. It's going to flip it?
ഞാൻ ഒന്ന് മറിക്കാൻ നോക്കുവാണേ. Let's just take a 10-minute break. Yeah. All right. റെയിൽവേ ട്രാക്കാണെന്ന് തോന്നുന്നു, പക്ഷേ ഇപ്പോൾ ഉപയോഗത്തിലെല്ലാം തോന്നുന്നു. ഒരു ട്രെയിൻ വന്നാൽ അടിപൊളിയായിരിക്കും. എൻ്റെ തൊപ്പി പോയോ ആ വഴിക്ക്? പക്ഷെ നീ കണ്ടായിരുന്നോ? ഞാനിപ്പോൾ നീ പറഞ്ഞപ്പോൾ ഒഴുകി പോകുന്നത് കണ്ടതിൻ്റെ ഓർമ്മ. എടാ എൻ്റെ തൊപ്പി. I see it. I got my cap, man. എൻ്റെ തൊപ്പി കണ്ടു കിട്ടിയേ. പൊളിച്ച് പൊളിച്ച്. അതെ നീ ഒന്ന് സ്ലോ ചെയ്താൽ മതി. തിരിച്ച് സ്റ്റാർട്ടിങ് പോയിന്റിലെത്തി. ഇനി കുറച്ച് നേരം കൊണ്ടുണ്ട്. ഞങ്ങൾ ഒന്ന് ബോട്ട് എക്സ്ചേഞ്ച് ചെയ്യാൻ പോവാം. കയാക്കിലൊന്ന് കയറി നോക്കാം. എൻ്റെ തൊപ്പി കിട്ടിയില്ല. തൊപ്പി കണ്ടായിരുന്നു. അതെടുക്കാനുള്ള ശ്രമത്തിനിടയ്ക്ക് ഞാനതിനെ ഒന്നുകൂടെ മുക്കി താത്തി. പിന്നെ പൊങ്ങി വന്നില്ല. ആദ്യം പോയപ്പോൾ വലിയ വിഷമമൊന്നുമില്ല. പഴയ സാധനമാണ്. രക്കത്തിലാണെന്ന് മേടിച്ചിട്ടൊരു 2-3 കൊല്ലമായിരുന്നു തോന്നുന്നു. കിട്ടിയിട്ട് പോയപ്പം ഒരു വിഷമം. Yeah, nice. ഇവിടെ കണ്ടൊരു വെറൈറ്റി ഐറ്റമാണ്. വാക്കിംഗ് സ്റ്റിക്കാണ്. പക്ഷേ വാക്കിംഗ് സ്റ്റിക്കിൻ്റെ അറ്റത്ത് ഒരു വിസിൽ ഫുള്ള് തടി കൊണ്ടുള്ളതാണ്. $13. ഞാൻ എൻ്റെ സ്ഥിരം സാധനം ഒരു ഷോർട്ട് ഗ്ലാസ് മേടിച്ചു. $3.49. Oh, nice. ഓ, പിള്ളേർക്ക് വരെ കയറി നിൽക്കാനുള്ള കയറി നിന്ന് ടെലസ്കോപ്പിൽ കൂടെ നോക്കാം. നൈസ്. ഇന്നലെ പോയ പിന്നക്കൽ മൗണ്ടൻ ഇവിടുന്ന് കാണാം.
നല്ല വ്യൂ ആണ്. ഇത് വർക്കിംഗ് അല്ല, 50 പൈസ ഇടണം. ഇപ്പോഴും ശ്രദ്ധിച്ചു, ഷെഡ് മരം ഷെഡിൻ്റെ അകത്തുകൂടാണ് വരുന്നത്. സാധാരണ എല്ലാം ചെയ്യുന്നത് മരം അങ്ങ് വെട്ടി മാറ്റും, എന്നിട്ട് ഷെയ്ഡിന് വേറെ എന്തെങ്കിലും ബിൽഡിങ് മേടിക്കും. നമ്മൾ കയാക്കിങ്ങിന് പോയ സൈഡിനേക്കാളും വെള്ളം ഇവിടെ നല്ല ക്ലിയറാണ്. മറ്റേ നല്ല കലക്കമുള്ളതായിരുന്നു, ഇത് നല്ല ക്ലിയർ വെള്ളം. ഇത്രയും ക്ലിയർ വെള്ളം കണ്ടിട്ട് എങ്ങനെയാണെന്ന് കാല് നോക്കിയായിരിക്കുന്നത്.